ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ അടിമകളായി കൊണ്ടുപോയപ്പോൾ ഏകദേശം 400 വർഷത്തോളം അവർ അടിമകളായിരുന്നു. അവർ കരയുന്നുണ്ടായിരുന്നു, എന്നും കരയുന്നുണ്ടായിരുന്നു. ആരുമില്ലാതെ വിഷമത്തോടെ ഇനി ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ ഇനി ആരുമില്ല എന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളി ഞാൻ കേട്ടു, അവരുടെ സങ്കടങ്ങളെ ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ 3 വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ കാണുന്നത്. 1 കാണുന്നവനാണ്, 2 കേൾക്കുന്നവനാണ്, 3 അറിയുന്നവനാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നന്നായി കാണുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നന്നായി കേൾക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ സങ്കടങ്ങളെ ദൂരത്ത് നിന്ന് പോലും ഗ്രഹിച്ചറിയാൻ കഴിയുന്ന ഒരു നാഥനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. ഇന്നും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവന്റെ കരം ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? എന്റെ ഭാരം ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേര് യേശു. സുഖമുള്ള കാലത്തും കണ്ണുനീരിന്റെ നേരത്തും എന്നെ താങ്ങാൻ ആരുമില്ലെങ്കിലും, എന്റെ കൂടെ ആരുമില്ലെങ്കിലും, എന്റെ പിതാവോ മാതാവോ കൂടെയില്ലെങ്കിലും എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. എന്റെ വിഷമത്തെ കേൾക്കാൻ ഒരു ദൈവമുണ്ട്. എന്നെ അറിയാൻ, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്.